പാലക്കാട് LDF സ്ഥാനാർത്ഥി പി സരിന് വേണ്ടി സുന്നി മുഖപത്രങ്ങളിൽ സന്ദീപ് വാര്യരുടെ വിദ്വേഷ പോസ്റ്റുകൾ ഓർമ്മിപ്പിച്ച് പരസ്യം നൽകിയത് വിവാദത്തിലാവുകയാണ്. സന്ദീപിനെ വർഗീയ കാളകൂടം എന്ന് വിളിക്കുന്ന പരസ്യം നൽകിയത് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം, കാന്തപുരം വിഭാഗത്തിന്റെ സ്വരാജ് എന്നീ പത്രങ്ങളിലാണ്. പരസ്യം നൽകിയത് CPIM-ന്റെ ഗതികേടെന്ന് K. സുധാകരൻ ആരോപിച്ചു. എല്ലാ പത്രങ്ങൾക്കും പരസ്യം നൽകാറുണ്ട് എന്നാണ് MP രാജേഷിന്റെ മറുപടി. സരിൻ തരംഗം എന്ന തലക്കെട്ടോടെയാണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം, കാന്തപുരം വിഭാഗത്തിന്റെ സിറാജ് എന്നീ പത്രങ്ങൾ പരസ്യം നൽകിയിട്ടുള്ളത്. എന്നാൽ മറ്റു പത്രങ്ങൾക്ക് നൽകിയ പരസ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സുപ്രഭാതത്തിലും സിറാജിലും പരസ്യം നൽകിയതാണ് വിവാദമായത്. സന്ദീപ് വാര്യർ ഇതുവരെ നടത്തിയ വിദ്വേഷ പ്രതികരണങ്ങൾ ഉൾപ്പെടുത്തിയാണ് പരസ്യം. മുസ്ലിം സമുദായത്തിൽ സന്ദീപ് വാര്യരോട് വിയോജിപ്പുള്ളവരുടെ പിന്തുണ നേടുക എന്നതാണ് CPIM ലക്ഷ്യമിടുന്നത്. അതേസമയം പരസ്യത്തിനെതിരെ വലിയ വിമർശനം ഉയർന്നു കഴിഞ്ഞു. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും KPCC പ്രസിഡന്റ് K. സുധാകരനുമെല്ലാം വിമർശനവുമായി രംഗത്തെത്തി. എന്തൊരു മര്യാദയില്ലാത്ത രാഷ്ട്രീയം, പിന്നെ നാണവും മാനവും ഇല്ലാത്തവൻ ആസനത്തിൽ ആല് മുളച്ചാൽ ഓരോ തണലിൽ കാണുന്നവർക്കൊരു ചേലി എന്നൊരു പഴമൊഴിയുണ്ട്. അത് കേട്ട് നമുക്കത് സഹിക്കാം. ഞങ്ങളുടെ സർക്കാരിന്റെ വികസന നേട്ടം ഇത്ര, പാലക്കാട് ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് വോട്ട് പിടിക്കേണ്ടത്, അല്ലാതെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ടല്ല. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് ഈ പരസ്യത്തിന് അനുവാദം കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാക്കാത്തത്. പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒരു പരസ്യത്തിന് ആ പരസ്യത്തിന് എങ്ങനെയാണ് അംഗീകാരം കൊടുത്തത്? വ്യാജ സ്ക്രീൻഷോട്ടുകളാണ് പരസ്യത്തിൽ പങ്കുവച്ചിട്ടുള്ളതെന്ന് സന്ദീപ് വാര്യർ പ്രതികരിച്ചു. ഈ പരസ്യം കൊടുക്കുന്നത് CPM ആണെങ്കിലും പരസ്യത്തിന് പണം കൊടുത്തത് BJP ഓഫീസിൽ നിന്നാണെന്നാണ് മനസ്സിലാക്കുന്നത്. വാസ്തവത്തിൽ BJPയിൽ നിന്നാണല്ലോ ഞാൻ പോകുന്നത്. ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് വർഗീയമായിട്ടുള്ള വിഭജനം ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയിട്ടുള്ളതാണ്. ഇത് തികച്ചും തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഇത്തരത്തിൽ നടത്തുന്ന വർഗീയ വിഭജനം ലക്ഷ്യമാക്കി നടത്തുന്ന ഇത്തരം പ്രചരണങ്ങൾ പാലക്കാട്ടെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ തിരിച്ചറിയും, തള്ളിക്കളയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ LDF കൺവീനർ TP രാമകൃഷ്ണനും മന്ത്രി MP രാജേഷും പരസ്യത്തെ പിന്തുണച്ച് രംഗത്തെത്തി. പരസ്യം കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ നൽകുന്ന നിലപാടാണ് ഈ കാര്യം സ്വീകരിക്കുന്നത്. പിന്നെ പരസ്യത്തിൻ്റെ റേറ്റിൽ വരുന്ന ചില വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അതിനനുസൃതമായ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. എല്ലാവർക്കും ഒരേ പരിഗണന തന്നെയാണ് പരസ്യം കൊടുക്കുന്ന കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. മലയാളത്തിലെ ഇംഗ്ലീഷിലെയും പ്രധാനപ്പെട്ട പത്രങ്ങൾക്കെല്ലാം പരസ്യം കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാലക്കാട്ട് പരാജയം ഉറപ്പായി കഴിഞ്ഞപ്പോൾ പിന്നെ അവസാന തടവ് പ്രയോഗിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, കോൺഗ്രസ് പരാജയം സമ്മതിച്ചിരിക്കുന്നു. പരസ്യം LDFന് ഗുണം ചെയ്താലും ഇല്ലെങ്കിലും തിരഞ്ഞെടുപ്പിന് ശേഷം കോടതി കയറുമെന്ന് ഉറപ്പാണ്. ന്യൂസ് മലയാളം, പാലക്കാട്.